നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാന്നറിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ. സോ നിങ്ങൾക്ക് 99% ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ അത് മിസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞതേ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ, വളരെ ഷുവർ ആണ്. സോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയാണ്, എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവർക്കും കൂടി മാർക്ക് കിട്ടട്ടെ അല്ലേ. സോ എല്ലാവരും ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് താഴെ ഒരു കമന്റ് കൂടി ഇടുക. സോ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നോളൂ. ഇതാണ് നാളെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു അൺനോൺ പാസേജ് നിങ്ങൾക്ക് തരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ഒരു പാസേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ആ ഒരു പാസേജിൽ നിന്ന് 1 to 5 ക്വസ്റ്റ്യൻ വളരെ സിംഗിൾ സെന്റൻസിൽ എഴുതാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. ഒരു അൺനോൺ പാസേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടുത്തതാണ് കോൺവേഴ്സേഷൻ. ഉറപ്പായിട്ടും കോൺവേഴ്സേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അത് വരുന്നത് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ആയിരിക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ബഷീർക്കും വൈഫും തമ്മിലുള്ള കോൺവേഴ്സേഷൻ, അല്ലെങ്കിൽ കസിനും വൈഫും തമ്മിലുള്ള കോൺവേഴ്സേഷൻ, എന്തായാലും ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ക്ലെവർ കാർലേന്ന. ഇതിൽ നിന്നും 2 മാത്രമേ നിങ്ങൾക്ക് എന്ത് വരാൻ ചാൻസ് ഉള്ളൂ, കോൺവേഴ്സേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉള്ളൂ. റെഡി. അടുത്തത് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് പോസ്റ്റർ എന്നുള്ളത്. അപ്പോൾ പോസ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതോ വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളോട് പോസ്റ്റർ ചോദിക്കാം. അപ്പോൾ പോസ്റ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എൻ്റെ മക്കൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് തോട്ട്സ് എന്നുള്ളത്. ചിന്തകൾ എഴുതാം അല്ലേ. അപ്പോൾ തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ക്ലെവർ കാർലയിൽ നിന്നായിരിക്കും തോട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സോ തോട്ട്സോ ഡയറിയോ ആയിരിക്കും ക്ലെവർ കാർലയിനെ ചോദിക്കുക. അപ്പോൾ തോട്ട്സ് ഡയറി പഠിച്ചാലും എന്ത് എഴുതാം, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. സോ ഡയറി ആവുമ്പോൾ അവിടെ ഡേറ്റ് എഴുതി വെച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ തോട്ട്സിന്റെ സെയിം ആണ് എഴുതേണ്ടത്. തോട്ട്സ് ആണെങ്കിൽ ഡേറ്റ് ഒന്നും എഴുതണ്ട, തോട്ട്സ് പോലെ വെറുതെ അങ്ങോട്ട് എഴുതിയാൽ മതി. ക്ലിയർ. സോ തോട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഉണ്ടാവും. അടുത്തൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീഅറേഞ്ച് ദ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോറിയുടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പാസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അറിയാത്ത പാസേജ് ആയിരിക്കാം. ആ ഒരു സ്റ്റോറിയിലെ ഇവന്റ്സ് ഡിസോർഡർ ആയിട്ട് തരും, ഒരു ഓർഡർ ഇല്ലാതെ തരും. അത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തതാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഒരു പിക്ചർ തന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതൊരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പസിൽ. ഓക്കെ, ക്രോസ് വേർഡ് പസിൽ എന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പത്രത്തിലോ നോട്ട്ബുക്കിന്റെ ബാക്കിലൊക്കെ സ്കൂളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്ത് നോക്കുന്നതാണ് അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. സോ ഇതിലല്ലാതെ വേറൊന്നും നിങ്ങളോട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്നില്ല. സോ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഒരു എ ഗ്രേഡ് മാത്രമല്ല, ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എത്തിക്കുക. ആൻഡ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടട്ടെ. ആൻഡ് എജുബോർഡിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു യെല്ലോ ഹാർട്ട് കമൻറ്റ് ചെയ്യുക ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. ആൻഡ് ഇംഗ്ലീഷ് എക്സാം നമുക്ക് സെറ്റ് ആയിരിക്കും. ആൻഡ് എജുബോർഡിൻ്റെ ലൈവ് ക്ലാസ്സസും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും എക്സാമിന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ ലൈവിലും കറക്റ്റ് ടൈമിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ് ആൻഡ് ലവ് യു ഓൾ. ബൈ.